നമസ്കാരം. ഗജകേസരി രാജയോഗത്താൽ ഇവരെ ഇനി പിടിച്ചാൽ കിട്ടില്ല. ലഭിക്കും ജാക്ക്പോട്ട് നേട്ടങ്ങൾ. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെയും രാശികളുടെയും നക്ഷത്രങ്ങളുടെയും മാറ്റം വളരെ പ്രാധാന്യമുള്ളതാണ്. ഓരോ ഗ്രഹവും ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ രണ്ടോ അതിലധികമോ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ വരുന്നതിലൂടെ അപൂർവ സംഗമം ഉണ്ടാകും. അതിലൂടെ അത്ഭുതകരമായ യോഗമോ രാജയോഗമോ സൃഷ്ടിക്കുന്നതായിരിക്കും. ഇപ്പോഴിതാ മെയ് അവസാനം ദേവഗുരു വ്യാഴവും ചന്ദ്രനും ഗ്രഹങ്ങളുടെ രാജകുമാരനായ മിഥുനത്തിൻ്റെ രാശിയിൽ ഗജകേസരി രാജയോഗം സൃഷ്ടിക്കാൻ പോകുന്നു. ഇത് പല രാശിക്കാർക്കും ശുഭകരം തന്നെയായിരിക്കും. ജ്യോതിഷത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ഓരോ 2.5 ദിവസത്തിലും അത് അതിൻ്റെ രാശി മാറ്റുന്നു. ഈ രീതിയിൽ അത് ഏതെങ്കിലും രാശിയോടൊപ്പം രാജയോഗവും ഉണ്ടാക്കുന്നു. വ്യാഴം ഓരോ 13 മാസത്തിലുമാണ് അതിൻ്റെ രാശി മാറുന്നത്. മെയ് 28 മനസ്സിൻ്റെ പ്രതീകമായ ചന്ദ്രൻ അറിവ്, ബുദ്ധി, മതം, ഭാഗ്യം, കുട്ടികൾ എന്നിവയുടെ പ്രതീകമായ വ്യാഴം നിലനിൽക്കുന്ന മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ഓരോ 2.5 ദിവസത്തിലും അത് അതിൻ്റെ രാശി മാറ്റുന്നു. ഈ രീതിയിൽ അത് ഏതെങ്കിലും രാശിയോടൊപ്പം രാജയോഗവും ഉണ്ടാക്കുന്നു. വ്യാഴം ഓരോ 13 മാസത്തിലുമാണ് അതിൻ്റെ രാശി മാറുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷം മിഥുനം രാശിയിൽ ചന്ദ്രനും വ്യാഴവും സംയോജിക്കുന്നതിനാൽ ഗജകേസരി യോഗം രൂപപ്പെടുന്നു. അതിൻ്റെ ഫലം മെയ് 30 വരെ നിലനിൽക്കുന്നതായിരിക്കും. ജ്യോതിഷപ്രകാരം ഗജകേസരി യോഗം എന്നാൽ ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന സിംഹം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ യോഗത്തിൽ ചന്ദ്രൻ, വ്യാഴം, ബുധൻ, ശുക്രൻ എന്നിവരുമായി സംയോജിക്കുന്നു. വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചന്ദ്രൻ കേന്ദ്രത്തിലാണെങ്കിൽ ആ ജാതകത്തിൽ ഗജകേസരി യോഗം ഉണ്ടാകുന്നതാണ്. ഒരാളുടെ ജാതകത്തിൽ ലഗ്നം 4, 10 ഭാവങ്ങളിൽ വ്യാഴചന്ദ്രൻ ഒരുമിച്ചാണെങ്കിൽ ഈ യോഗം ഉണ്ടാകുന്നു. ചന്ദ്രനോ ഗുരുവോ പരസ്പരം ഉച്ചരാശിയിൽ നിൽക്കുകയാണെങ്കിലും ഗജകേസരി യോഗം ഉണ്ടാകാറുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിഥുനം, കന്നി, കുംഭം ഈ 3 രാശിക്കാരാണ് അതിന് ഭാഗ്യം ലഭിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് പൊതുവായ ഫലത്തിൻ്റെ പ്രകാരമാണ്. ഓരോ ജാതക പ്രകാരം മാറ്റങ്ങൾ വരുന്നതാണ്.